ശീലാന്തി ഇലയിൽ ഉണ്ടാക്കിയ ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ അമ്മ എപ്പോഴും എങ്ങനെയായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നത്. യൂഷ്വലി കൊല്ലക്കാരൊക്കെ ഉണ്ടാക്കുന്നത് ഈ ടൈപ്പ് ഇഡ്ഡലി. ഇതാണ് ശീലാന്തി മരം. പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഇവിടുത്തെ മിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് ശീലാന്തി ഇല പിക്ക് ചെയ്തുകൊണ്ട് വന്ന് ഇഡ്ഡലി ഉണ്ടാക്കിട്ടോ. ഒരു ഹാർട്ട് ഷേപ്പിലെ ഇലയാണിത്. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് മാവ് റെഡിയാക്കാം. 1 കപ്പ് ഇഡ്ഡലി റൈസും 3/4 കപ്പ് ഉഴുതാലൂടെ നന്നായിട്ട് വാഷ് ചെയ്ത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാം. സോക്ക് ചെയ്യുമ്പോൾ ക്ലീൻ വാട്ടർ യൂസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ഈ സോക്ക് ചെയ്ത വെള്ളം വേണം അതിന് യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാം. മാവ് അടച്ച് ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്ത ശേഷം സാൾട്ടൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മാവ് റെഡി. പിന്നെ നിങ്ങൾക്ക് സാമ്പാറോ ചട്നിയൊക്കെ ഉണ്ടാക്കാം. ഇതിൻ്റെയൊക്കെ റെസിപ്പി ലക്ഷ്മീസ് റെസിപ്പീസ് പോയാൽ കാണാം കേട്ടോ. ഇതാണ് ശീലാന്തി ഇല. ഇതാണ് ശീലാന്തി ഇല. ആദ്യം അതിൻ്റെ തണ്ടൊക്കെ ഒടിച്ച് കളഞ്ഞ് വാഷ് ചെയ്തൊന്ന് തുടച്ചൊക്കെ എടുത്തിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും നിറയെ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഇലയാട്ടോ ഇത്. അപ്പോൾ കോക്കനട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഇല ആ തട്ടിലേക്ക് എടുത്ത് വെച്ച് എന്നിട്ട് നമുക്ക് മാവ് അതിലേക്ക് കോരി ഒഴിച്ച് ഇതേപോലെ ഓരോ ഇലയിലേക്കും നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ? ഇപ്പോൾ ഓരോ ഇലയിലും ആവശ്യത്തിന് മാവൊക്കെ ഒഴിച്ച് എല്ലാ കുഴികളിലും ഇല വെച്ചിട്ട് അതിലേക്ക് മാവ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇഡ്ഡലി മേക്കർ വെച്ചിട്ട് കുറച്ച് വെള്ളം ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് അടച്ചു വെച്ച് ബോയിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നാൽ മാത്രം നമ്മൾ ആ തട്ട് അതിലേക്ക് എടുത്ത് വെക്കാം. തട്ട് രണ്ടും എടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 7 to 10 മിനിറ്റ്സ് വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നോക്ക്, നല്ല അടിപൊളി ഇഡ്ഡലി അല്ലേ? കൊല്ലത്ത് വെച്ച് അമ്മ എപ്പോഴും എങ്ങനെയായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നത്. കൊച്ചി വന്നിട്ട് ഉണ്ടാക്കാറില്ല. പക്ഷെ കൊല്ലത്തും കൊച്ചിയിലും ഒക്കെ ഈ ശീലാന്തി മരം ഉണ്ട് കേട്ടോ. കൊല്ലക്കാരാണ് കൂടുതലും ഈ ഇല ഇഡ്ഡലി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ തട്ടിൽ നിന്ന് ഇങ്ങനെ ആ ഇല എടുത്ത് ഇഡ്ഡലി അതിൽ നിന്ന് മാറ്റി ഇങ്ങനെ എടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി കേട്ടോ. ശീലാന്തി മരം ഉണ്ടെങ്കിൽ കൊല്ലക്കാർക്കും കൊച്ചിക്കാർക്കൊക്കെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ കൂടെ ചട്നിയും സാമ്പാറും ഒക്കെ ആയിട്ട് ഇഡ്ഡലിയുടെയും സാമ്പാറിൻ്റെയും ചട്നിയുടെയും ഒക്കെ റെസിപ്പി വേണമെങ്കിൽ ലക്ഷ്മീസ് റെസിപ്പീസ് പോയാൽ കാണാം കേട്ടോ. അപ്പം നിങ്ങൾക്കും ഈ ശീലാന്തി ഇല കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക.